Hi friends, I am back again. Hopefully you have enjoyed the last lesson, right? Okay. Hi friends, ഈ ബോക്സ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്? ഗിവ് എ ഫാക്ട്, ഗിവ് എ ഡിസ്ക്രിപ്ഷൻ, കമ്പാരിസൺ, ഗിവ് യുവർ ഒപ്പീനിയൻ. അപ്പോൾ നമ്മൾ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോ അല്ലേ ഇത്? മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ഇപ്പം നമ്മളോട് ഹൗ ഈസ് ദ വെദർ ഓവർ ദെയർ, അവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് റെയിനിങ് ഓർ ഇറ്റ്സ് ഹോട്ട്. ക്ലിയർ? അപ്പോൾ ആ രണ്ട് സെൻറ്റൻസ് ഇല്ലേ, അത് ജസ്റ്റ് നമ്മളൊരു ഫാക്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? മഴയുള്ള കാലാവസ്ഥയാണ് ഒരു ഫാക്റ്റ് പറഞ്ഞു, പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്ന് കരുതുക. അപ്പോൾ ആദ്യത്തെ ആ ഒരു സെൻറ്റൻസ് ഇല്ലേ, ഇറ്റ്സ് റെയിനിങ്, ഓക്കെ, ഓർ ഇറ്റ്സ് ഹോട്ട്, ഓർ ഇറ്റ്സ് വിൻഡി അല്ലേ? അപ്പോൾ അതാണ് ഞാനോട് ഉദ്ദേശിച്ചത്. ഗിവ് എ ഫാക്റ്റ്. നമ്മൾ ആ ഫാക്റ്റ് പറഞ്ഞു, അത്രേ ഉള്ളൂ. ക്ലിയർ? ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? ഗിവ് എ ഡിസ്ക്രിപ്ഷൻ. ആ പറഞ്ഞ ഫാക്റ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം നമ്മൾ, അല്ലേ? ഇപ്പോൾ നമ്മൾ ഇറ്റ്സ് റെയിനി എന്ന് പറയുമ്പോൾ ആ റെയിനിൻ്റെ നേച്ചർ എങ്ങനെയാണ്? മഴ എങ്ങനെയാണ്? നല്ല മഴയുണ്ടോ? ചാറ്റൽ മഴയാണോ? അല്ലേ? അപ്പോൾ ശക്തമായ മഴയാണെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ ഇംഗ്ലീഷിൽ ഡിസ്ക്രൈബ് ചെയ്യാം? അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്, അല്ലേ? അപ്പോൾ അതാണ് ഈ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കണം, അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിവരിച്ച് പറയാൻ ശ്രമിക്കണം. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ രണ്ടാമത്തെ പോയിന്റ്. അതല്ലാതെ ഇത് വേറൊന്നും കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞതെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഗിവ് എ ഡിസ്ക്രിപ്ഷൻ. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ, ഇപ്പോൾ 1 ഉണ്ടോ? ഗിവ് എ ഫാക്ട്. അപ്പോൾ അവിടെ അതിന് എക്സാമ്പിൾ ഈ 1 ഞാൻ നമ്പർ ഇട്ടത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വാട്ട്സ് ദ വെദർ ഓവർ ദെയർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്, അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് സണ്ണി, ഇറ്റ്സ് റെയിനി, അല്ലേ? നോട്ട് സണ്ണി, ഇറ്റ്സ് റെയിനി. ഇറ്റ്സ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ് ഈസ് റെയിൻ എന്ന് പറയരുത് ഒരു കാരണവശാലും, അത് തെറ്റാണ് കേട്ടോ. ഇറ്റ് ഈസ് റെയിൻ എന്ന് പറയരുത്. അപ്പോൾ ഇങ്ങനെ പറയാവൂ, ഇറ്റ്സ് റെയിനി. ഓക്കെ. അപ്പോൾ അതൊരു ഫാക്റ്റാണ്. അത് നമ്മൾ ഏറ്റവും ഷോർട്ടായിട്ട് പറഞ്ഞു. ക്ലിയർ? ഗിവ് എ ഫാക്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ പരിഹരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ. ഇറ്റ്സ് റെയിൻ എന്ന് പറയരുത്, ആ ഒരു പോയിന്റ് ഓർക്കുക. അപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ആ റെയിനിനെ, ആ മഴയെ ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, അതിനൊന്നുകൂടി വിവരിച്ച് പറയുകയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോയിന്റ്സുകളൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി അഥവാ റിപ്പീറ്റ് ചെയ്താൽ തന്നെ അതൊന്നുകൂടെ പഠിക്കുമല്ലോ, അല്ലേ? അപ്പോൾ നോക്കാം. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. ഇറ്റ് ഈസ് റിയലി കമ്മിങ് ഡൗൺ ഔട്ട് ഹിയർ. അപ്പോൾ ഇറ്റ്സ് റിയലി കമ്മിങ് ഡൗൺ ഔട്ട് ഹിയർ. ഓക്കെ. അപ്പോൾ ഇറ്റ്സ് റിയലി കമ്മിങ് ഡൗൺ ഔട്ട് ഹിയർ, അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി. മഴ നന്നായി പെയ്യുന്നുണ്ട് ഉള്ളതിൻ്റെ ഇംഗ്ലീഷാണത്. അപ്പോൾ ഇറ്റ് ഈസ് റിയലി കമ്മിങ് ഡൗൺ ഔട്ട് ഹിയർ. ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി. അപ്പോൾ അതിന് ഈക്വലായിട്ട് ഒരുപാട് സെൻറ്റൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് നല്ല മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഇറ്റ് ഈസ് പോറിങ്. ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി. പിന്നെ വേറൊരു സെൻറ്റൻസ്, ഒരു ഇഡിയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ശൈലി. എന്താണ്? ഒന്ന് ഓർത്ത് നോക്കൂ. വെരി ഗുഡ്. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, അല്ലേ? അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പഴയ മൂവീസിലൊക്കെയാണ് ഈ ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ശക്തമായ മഴയ്ക്കുള്ള ഒരു ശൈലിയാണ് അത് ഇംഗ്ലീഷിലുള്ളത്. അപ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. എങ്ങനെയായാലും ഒരാൾ പറയുന്നത് നമുക്ക് കേട്ടാൽ നമുക്ക് മനസ്സിലായാൽ മതിയല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോറിങ് എന്ന് പറയാം, ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയാം. ഓക്കെ, എവറിത്തിങ് ഈസ് ഗുഡ്. ഓക്കെ. ദെൻ ഈ ഡിസ്ക്രിപ്ഷന് വരുന്ന വേറൊരു കാര്യമാണ് ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ് റെയിൻ. അപ്പോൾ മഴ നിൽക്കാൻ പോവുകയാണെന്നാണ് അർത്ഥം, അല്ലേ? ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ് റെയിൻ. ഓക്കെ. അല്ലെങ്കിൽ എങ്ങനെ മാറ്റി പറയാം? ദ റെയിൻ ഈസ് ഗോയിങ് ടു ലെറ്റ് അപ്പ്. അപ്പോൾ ഈ ലെറ്റ് അപ്പ് ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇറ്റ് ഈസ് ഗോയിങ് ടു ലെറ്റ് അപ്പ്. അപ്പോൾ സ്ലോലി സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് ലെറ്റ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ദ റെയിൻ ഈസ് ഗോയിങ് ടു ലെറ്റ് അപ്പ്. അപ്പോൾ മഴ ശക്തമായി പെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 മണിക്കൂറായിട്ട് മഴ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ദ റെയിൻ ഈസ് ഗോയിങ് ടു ലെറ്റ് അപ്പ്. ഓക്കെ. അതായത് സാവധാനം നിൽക്കാൻ പോവുകയാണ് എന്നുള്ളൊരർത്ഥമാണ് കേട്ടോ. അപ്പോൾ ആ ട്രാൻസ്ലേഷന് അതേപടി എടുക്കാതെ നിങ്ങൾ ആ ആശയം മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിലുള്ള സെൻറ്റൻസ് മലയാളത്തിൽ എഴുതാത്തത്. ക്ലിയർ? നമ്മൾ ആശയം മനസ്സിലാക്കി പഠിക്കുക. മഴ ഏകദേശം നിൽക്കാൻ പോവുകയാണ്, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ് റെയിൻ.
ഓർ ദ റെയിൻ ഈസ് ഗോയിങ് ടു ലെറ്റ് അപ്പ്. അതൊക്കെ ഓർത്ത് വെക്കുന്നില്ല, അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഉപയോഗിക്കാവുന്ന സെൻറ്റൻസുകളാണ്. ദ റെയിൻ ഈസ് ഗോയിങ് ടു ലെറ്റ് അപ്പ്. ഓക്കെ, സിമ്പിളായിട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് അഗെയിൻ. വീണ്ടും മഴ പെയ്യാൻ തുടങ്ങുകയാണ് അല്ലേ. ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് അഗെയിൻ. ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് അഗെയിൻ. ഓരോ സെൻറ്റൻസും മിനിമം ഒരു 5 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. മീനിങ് എന്താ? മഴ വീണ്ടും പെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ, ഇനി രണ്ടാമത് നോക്കൂ. ഇറ്റ് ഈസ് റെയിനിങ് ഓൺ ആൻഡ് ഓഫ്. റെയിനിങ് ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ പെയ്യുന്നു, തോരുന്നു. ചിലപ്പോൾ നമുക്ക് മഴ പെയ്തു, വീണ്ടും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും മഴ നിൽക്കുന്നു അല്ലേ, വീണ്ടും മഴ പെയ്യുന്നു. അപ്പോൾ പെയ്യുന്നു, തോരുന്നു, അതാണ് അതിൻ്റെ മീനിങ്. ഇറ്റ് ഈസ് റെയിനിങ് ഓൺ ആൻഡ് ഓഫ്. ഇറ്റ്സ് റെയിനിങ് ഓൺ ആൻഡ് ഓഫ്. നല്ലൊരു യൂസേജ് ആട്ടോ. ഇറ്റ് ഈസ് റെയിനിങ് ഓൺ ആൻഡ് ഓഫ്. അപ്പോൾ നമ്മൾ ഈ മഴയുമായി ബന്ധപ്പെട്ട് സെൻറ്റൻസുകൾ എഴുതുമ്പോൾ നമുക്ക് എത്ര ക്ലാസ് എടുത്താലും നമുക്കത് തീരില്ല, അത്രയും ഉണ്ടാവും സെൻറ്റൻസുകൾ. അപ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയത് നോക്കിയിട്ട് തീരെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് തോന്നുന്നതാണ് ഞാനിവിടെ ബോർഡിൽ എഴുതിയത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ്, അപ്പോൾ ഈ 2 നമ്പർ എഴുതി എന്തിനാ 2, 3 എന്ന് എഴുതാഞ്ഞത്? എല്ലാം 2 എന്ന് പറയുമ്പോൾ നമ്മളൊരു വിവരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെൻറ്റൻസുകളാണിത്. അപ്പോൾ ഈ രണ്ടാമത്തേന് കുറേ എക്സാമ്പിളാണിത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് റെയിനിങ് ഓൺ ആൻഡ് ഓഫ്. ക്ലിയർ? ഇനി നമ്മളോട് ചോദിക്കണം, നമ്മളോട് ആരെങ്കിലും ചോദിക്കണം, ഹാവ് യു ഹേർഡ് ദ വെദർ ഫോർകാസ്റ്റ്? ഹാവ് യു ഹേർഡ് ദ വെദർ ഫോർകാസ്റ്റ്? ഹാവ് യു ഹേർഡ് ദ വെദർ ഫോർകാസ്റ്റ്? ഇതിൻ്റെ മീനിങ് എന്താ മലയാളത്തിൽ? നിങ്ങൾ കാലാവസ്ഥാ പ്രവചനം കേട്ടോ? ഓക്കെ, ഹാവ് യു ഹേർഡ് ദ വെദർ ഫോർകാസ്റ്റ്? നിങ്ങൾ കാലാവസ്ഥാ പ്രവചനം കേട്ടോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ആൻസറായിട്ട് പറയാവുന്ന സെൻറ്റൻസുകളാണ് ഇത് രണ്ടും. അപ്പോൾ എന്താണ്? there is going to be scattered showers today. there is going to be scattered showers today. ഓക്കെ, അപ്പോൾ ടുഡേ എന്ന് പറഞ്ഞാൽ ടുഡേ, ശരിക്കും അങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് കേട്ടോ. there is going to be scattered showers today. ഓക്കെ, there is going to be scattered showers today. എന്താണ് scattered showers എന്ന് പറഞ്ഞാൽ? അതായത് വലിയ മഴയില്ല, അതായത് എന്താ പറയുക, ശക്തമായ മഴയുടെ അല്ല ഉദ്ദേശിക്കുന്നത് സ്കാറ്റേർഡ് ഷവേഴ്സ് എന്നുള്ളതുകൊണ്ട്. ക്ലിയർ? അങ്ങനെയായിട്ട് കുറച്ച് മഴ ഉണ്ടാവാം, ചിലപ്പോൾ മഴ നിൽക്കാം, ആ ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഇതേ മീനിങ് തന്നെയാണ്. മനസ്സിലായി? ഓൺ ആൻഡ് ഓഫ്, ചിലപ്പോൾ പെയ്യുന്നു പിന്നെ കുറച്ച് തോരുന്നു, ആ ഒരു മോഡൽ മഴ. ക്ലിയർ? അപ്പോൾ there is going to be scattered showers today. ക്ലിയർ? ഇനി ദ പേപ്പർ സേസ്. ഇവിടെ പേപ്പർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് എന്താ? ന്യൂസ് പേപ്പർ. ഓക്കെ, ന്യൂസ് നിങ്ങൾ വായിച്ചു, ന്യൂസ് പേപ്പർ വായിച്ചു. അപ്പോൾ അത് വായിച്ചിട്ട് കാലാവസ്ഥ നിങ്ങൾ കേട്ടോ, അല്ലെങ്കിൽ എന്താണ് കാലാവസ്ഥ ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയണം ദ പേപ്പർ സേസ്, അല്ലെങ്കിൽ ദ ന്യൂസ് പേപ്പർ സേസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഫെയർ ആൻഡ് സണ്ണി. ഗോയിങ് ടു ബി ഫെയർ ആൻഡ് സണ്ണി എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്, മഴയല്ല. ഓക്കെ, നല്ല വെയിലുള്ള തെളിഞ്ഞ കാലാവസ്ഥ. ഓക്കെ, ദ പേപ്പർ സേസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഫെയർ ആൻഡ് സണ്ണി. അപ്പോൾ ഇതൊക്കെ പഠിച്ച് വെച്ച് കാണാതെ ഇംഗ്ലീഷ് പറയാൻ പറ്റുന്ന ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ അത്രയും അത് ബൈഹാർട്ട് ചെയ്ത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ദ പേപ്പർ സേസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഫെയർ ആൻഡ് സണ്ണി. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഫെയർ ആൻഡ് സണ്ണി. അപ്പോൾ പത്രം പറയുന്നത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും എന്നാണ്. ഓക്കെ, ഗ്രേറ്റ്. ദെൻ ഇനി നമ്മൾ ഈ മൂന്നാമത് നോക്കൂ, കമ്പാരിസൺ. നമ്മൾ സാധാരണ മഴ പെയ്യുമ്പോൾ മഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയാ മഴയുണ്ട്, ഇന്ന് മഴയുണ്ട്, നല്ല മഴ പെയ്യുന്നുണ്ട്, പക്ഷെ ഇന്നലത്തേതിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്ററാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അല്ലേ? അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചതിനെക്കാട്ടിലും കുറച്ചുകൂടി മഴ കുറവാണ് ഇന്ന്, അല്ലേ? അപ്പോൾ ആ കമ്പയർ ചെയ്ത് പറയുന്നതാണ്, അതാണ് മൂന്നാമത്തെ കമ്പാരിസൺ. അങ്ങനെയും നമ്മൾ പറയാറുണ്ട് കാലാവസ്ഥ ചോദിക്കുമ്പം, അല്ലേ? അപ്പോൾ ഇന്നലത്തെ അത്ര ചൂട് ഇന്നില്ല, ഇന്ന് കുറച്ചുകൂടി തണുപ്പാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെയൊക്കെ പറയണം. അപ്പോൾ നമ്മൾ മഴയെക്കുറിച്ച് പറയുമ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇറ്റ് ഈസ് ലൗഡർ ദാൻ യെസ്റ്റർഡേ. അപ്പോൾ ലൗഡർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇടിമിന്നലായിരിക്കാം, തണ്ടർ സ്റ്റോം ആയിരിക്കാം, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ പറയാം. ഇറ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്ന അവിടെ കാറ്റിനെ കുറിച്ചായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവുക. അപ്പോൾ നല്ലൊരു കൊടുങ്കാറ്റ്, ശക്തമായ കാറ്റ് വീശി, അല്ലെങ്കിൽ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല സൗണ്ട് ആയിരുന്നു, അല്ലേ? അപ്പം ഇറ്റ് ഈസ് ലൗഡർ ദാൻ യെസ്റ്റർഡേ. അപ്പോൾ ലൗഡർ ദാൻ യെസ്റ്റർഡേ, ഇന്നലത്തേക്കാൾ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഇതാകുന്നു, എന്ത്? ലൗഡർ ആകുന്നു ഇന്നലത്തേക്കാൾ. അപ്പോൾ അവിടെയാണ് കമ്പാരിസൺ വന്നത്. ഇറ്റ് ഈസ് ലൗഡർ ദാൻ യെസ്റ്റർഡേ. ഓക്കെ, ഇറ്റ് ഈസ് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. ഇന്നലത്തേനെക്കൊണ്ട് കുറച്ചുകൂടെ മെച്ചമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. ഇനി ഇന്നലത്തേനെക്കാട്ടിലും മോശമാണെന്ന് പറയണമെങ്കിലോ, ഇറ്റ് ഈസ് വേഴ്സ് ദാൻ യെസ്റ്റർഡേ.
ഇറ്റ് ഈസ് വേഴ്സ് ദാൻ യെസ്റ്റർഡേ. അപ്പോൾ ഇറ്റ് ഈസ് വേഴ്സ്, മോശം, ഇന്നലത്തേതിനെക്കാട്ടിലും മോശമാണ്. അപ്പോൾ നമ്മൾ ബാഡ് ആണ് സാധാരണ മോശം എന്ന് പറയുന്നത്, പക്ഷെ വേറൊരു സാധനമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ വേഴ്സ് പറഞ്ഞത്. ഓക്കെ, ഇറ്റ് ഈസ് വേഴ്സ് ദാൻ യെസ്റ്റർഡേ. ക്ലിയർ? ഇറ്റ് ഈസ് ബെറ്റർ ദാൻ യെസ്റ്റർഡേ, ഇന്നലത്തേതിനെക്കാട്ടിലും മെച്ചമാണ്. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കുക, പോസിറ്റീവ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ മൂന്നാമത്തേത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. നമ്മൾ കമ്പയർ ചെയ്ത് പറയാറുണ്ട്. അവിടെ കാലാവസ്ഥ എങ്ങനെ ചോദിക്കുമ്പോൾ ഇന്നലത്തേതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്ററാണ് അല്ലേ, ഇന്നലത്തേതിനെക്കാട്ടിലും മോശമാണ് കേട്ടോ ഇന്ന്. ഇറ്റ് ഈസ് വേഴ്സ് ദാൻ യെസ്റ്റർഡേ. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ക്ലിയർ? ഇനി മഴയുമായി ബന്ധപ്പെട്ട ഒരു വേർഡ് ശ്രദ്ധിക്കുക. പഡീൽസ്. എന്താണ് ഈ പഡീൽസ് എന്ന് പറഞ്ഞാൽ? കുഴികൾ അല്ലേ? നമ്മൾ മടി പഡീൽസ്, മടി മീൻസ് ചെളിക്കുഴികൾ അല്ലേ? അപ്പോൾ ഈ പഡീൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെളിക്കുഴികൾ, റോഡിൽ നമ്മൾ അവിടെയൊക്കെ ഇപ്പോൾ ടാറിട്ട റോഡാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കുണ്ടും കുഴികളൊക്കെ കാണുന്നില്ലേ നമ്മൾ, അതാണ് പഡീൽസ് എന്ന് പറയുന്നത്. ആ പഡീൽസിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല ചെളി വെള്ളമായിരിക്കും കെട്ടി കിടക്കുന്നുണ്ടാവും അവിടെ അല്ലേ, ഒരു യെല്ലോയിഷ് കളറിൽ. അപ്പോൾ നമുക്ക് പഡീൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെളിക്കുഴികൾ. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഈ വേർഡ് ഇതുമായിട്ട് ബന്ധമില്ല, ഞാൻ ജസ്റ്റ് ഒരു സെന്റൻസ് നിങ്ങൾ പഠിച്ചോട്ടെ എന്ന് വെച്ച് എഴുതിയതാണ് ഈ വേർഡിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ബി കെയർഫുൾ, ശ്രദ്ധിക്കൂ. there are lots of puddles on the road. ശ്രദ്ധിക്കണേ അല്ലേ? ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾ അങ്ങനെ നോക്കരുത്. ബി കെയർഫുൾ, ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ ശ്രദ്ധിക്കണേ, ശ്രദ്ധയോടെ ഇരിക്കൂ. ഓക്കെ, there are lots of puddles on the road. റോഡിൽ ഒരുപാട് കുഴികളുണ്ട്, ചെളിക്കുഴികളുണ്ട്, ശ്രദ്ധിക്കണേ. അത് നടക്കുമ്പോഴായാലും ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോഴായാലും നമ്മൾ പറയും ശ്രദ്ധിക്കണേ. there are lots of puddles on the road. റോഡിൽ ധാരാളം കുഴികൾ ഉണ്ട്. അപ്പോൾ there are എന്ന് ഇവിടെ puddles ആണ്, കുഴികളാണ്, അതുകൊണ്ടാണ് there are പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഒരു കുഴി ഉണ്ടെങ്കിൽ there is a puddle എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ? അപ്പോൾ there are lots of puddles on the road. ഇവിടെ there are എന്നുള്ളതിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ് കേട്ടോ. on the road, റോഡിൽ ഉണ്ട് എന്ത്? lots of puddles. ക്ലിയർ? there are lots of puddles on the road. അപ്പോൾ ഈ വേർഡ് ഒന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ? ഇപ്പോൾ വേറൊരു സെൻറ്റൻസ് പറയണമെങ്കിൽ യൂഷ്വലി ചിൽഡ്രൻ ലൈക്ക് ടു പ്ലേ ഇൻ ദ puddles. ഓക്കെ, ചെളിക്കുഴിയിൽ കളിക്കാൻ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അല്ലേ? റൈറ്റ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ദ ഫീൽഡ് ബിക്കെയിം വാട്ടർലോഗ്ഡ്. വാട്ടർലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പം വെള്ളം കെട്ടിക്കിടക്കില്ല, വെള്ളം സാധാരണ നിലയിൽ നിന്ന് ഉയർന്നു വരും അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ കടകളിലൊക്കെ വെള്ളം കയറും, അതുപോലെ തന്നെ വയലുകളിലൊക്കെ കൃഷിസ്ഥലത്തൊക്കെ വെള്ളം കയറി മൊത്തം നശിപ്പിക്കും അല്ലേ? അപ്പോൾ ആ വെള്ളം കംപ്ലീറ്റ് കയറി കെട്ടിക്കിടക്കുകയാണ്. അതേപോലെ ഏകദേശം ഇത് വാട്ടർലോഗും പഡിൽസും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. പഡിൽ എന്ന് പറയുമ്പോൾ ചെളിക്കുഴികളാണ്, കുണ്ടും കുഴികളുമാണ്. പക്ഷേ വാട്ടർലോഗ്ഡ് എന്ന് പറയുമ്പോൾ വെള്ളം സാധാരണയിൽ കവിഞ്ഞ് ഉയരും, വെള്ളത്തിൻ്റെ ആ നില ഉയരും. ഓക്കെ, അപ്പോൾ നമ്മൾ കടകളിലൊക്കെ വെള്ളം കയറി അല്ലേ, കടകളിലായാലും വീടുകളിലൊക്കെ വെള്ളം ശക്തമായ മഴ പെയ്യുമ്പോൾ വെള്ളം കയറി ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിൽ കിടക്കും അല്ലേ? അതാണ് വാട്ടർലോഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാസ്റ്റായത് ദ ഫീൽഡ് വയലുകൾ, ദ ഫീൽഡ് വയൽ ബിക്കെയിം ആയി തീർന്നു എന്ത്? വാട്ടർലോഗ്ഡ്. ഓക്കെ, വാട്ടർലോഗ്ഡ്. ഓക്കെ, ആഫ്റ്റർ ദ ഹെവി റെയിൻ, ശക്തമായ മഴയ്ക്ക് ശേഷം വയലുകളിൽ കംപ്ലീറ്റ് വെള്ളം വെള്ളം കെട്ടിക്കിടക്കുന്നു. ഓക്കെ, അതാണ് ഉദ്ദേശം. ഓക്കെ, വെള്ളം അസ്വാഭാവികമായ രീതിയിൽ ഉയർന്നു. അപ്പോൾ ആ പോയിന്റ് ഓർക്കുക, വാട്ടർലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിയർ? അപ്പം അതുപോലെ ഈ വാട്ടർലോഗിന് പകരം വേറൊരു വേർഡാണ് പോട്ട് ഹോൾസ്. പോട്ട് ഹോൾസ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ റോഡിൽ ഇപ്പോൾ ഈ പഡിൽസ് ഏകദേശം പറയാം നമുക്ക്. പോട്ട് ഹോൾസ് എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ തന്നെയാണ് പോട്ട് ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, പഡിൽസ് ആൻഡ് പോട്ട് ഹോൾസ്. സോ വി ക്യാൻ സീ പോട്ട് ഹോൾസ് ഓൺ ദ റോഡ്. ഓക്കെ, സോ ഇത്രയും ഓർമ്മിച്ചല്ലോ. അപ്പോൾ ഈ ചെറിയ വേർഡ്സ് ഓർമ്മിക്കുക. പഡിൽസ്, വാട്ടർലോഗ് ആൻഡ് പോട്ട് ഹോൾസ്. ഓക്കെ, കുണ്ടും കുഴികൾ എന്നുള്ള അർത്ഥം അത്രയും ഓർക്കുക. ക്ലിയർ? അപ്പോൾ ഈ 4 പോയിന്റ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ നാലാമത്തെ ഗിവ് യുവർ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് നമ്മൾ എന്താണ്, നമ്മൾ മൊത്തത്തിൽ മഴയെക്കുറിച്ച് ഒരു 3-4 സെൻറ്റൻസ് നമ്മളങ്ങ് പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ എങ്ങനെയാണ്, ഇതാണ് നമ്മളുടെ എയിം.
അപ്പോൾ നമ്മൾ ഈ പാർട്ട് 3 വരെ കാലാവസ്ഥയെക്കുറിച്ച് പഠിച്ചത് എന്തിനാണ്? 3 ക്ലാസ് ചെയ്തത് എന്തിനാണ്? ആരെങ്കിലും മഴയെക്കുറിച്ച് അല്ലെങ്കിൽ കാലാവസ്ഥയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച 3 സീരീസിൽ നമ്മൾ കൂടുതലായിട്ട് പഠിച്ചത് മഴയുമായി ബന്ധപ്പെട്ട സെൻറ്റൻസുകളാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എൻ്റെ ഒപ്പീനിയൻ ഞാനൊന്ന് പറയാം. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. അത് കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 3 വീഡിയോയും കണ്ടതിന് ശേഷം, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട 3 വീഡിയോയും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കാലാവസ്ഥയെക്കുറിച്ച് 1 മിനിറ്റ് നിങ്ങൾക്ക് ഇതിലുള്ള സെൻറ്റൻസ് ഒക്കെ വെച്ചിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു സന്ദർഭം പോലെ അങ്ങ് പറയണം. മനസ്സിലായി? അതാണ് ഗിവ് യുവർ ഒപ്പീനിയൻ. ക്ലിയർ? അപ്പം ഞാൻ ഒരു സെക്കൻഡ് വേഗം ഒന്ന് പറഞ്ഞ് ഒന്ന് ക്ലിയർ ആക്കാം. ഓക്കെ, സോ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഹൗ ഈസ് ദ വെദർ ഓവർ ദെയർ? It is raining heavily, but it is better than yesterday. You know, I love enjoying rain. It usually puts me to sleep sometimes. I like the beautiful rhythm of rain. അപ്പോൾ മഴയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട, നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ക്ലാസ്സുകളിലെ കുറച്ച് സെൻറ്റൻസുകൾ എടുക്കുക, അതൊരു സിറ്റുവേഷൻ രൂപത്തിൽ നിങ്ങളത് പറയുക. ഓക്കെ, അത്രേ ചെയ്യേണ്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സെൻറ്റൻസുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ ഹോട്ട് വെതറാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഹോട്ട് വെതറിനെ കുറിച്ച് നമുക്കൊരു 3-4 സെൻറ്റൻസ് ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ലിസൺ ടു മീ. യാ, ഇറ്റ് ഈസ് സോ ഹോട്ട് ഔട്ട്സൈഡ്. ഇറ്റ്സ് സണ്ണി, ബട്ട് ഇറ്റ്സ് വേഴ്സ് ദാൻ യെസ്റ്റർഡേ. You know, I think I can't go out today. Since it is very hot, I will be so tired. So, I can't do my workout today. If I work out in this hot season, then I will be so tired. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതേപോലെ ഈ വീഡിയോസിൽ നമ്മൾ 3 വീഡിയോസിലെയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസുകൾ എടുത്ത് ഒന്നിച്ച് വെച്ച് ഇതുപോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു സൂൺ. ടേക്ക് കെയർ.